ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ടോക്ക്. ഇന്ന് ഞാൻ പറയാൻ ചെറിയൊരു കാര്യം, പുതിയൊരു പബ്ലിഷ് ആയിട്ടുള്ള ഒരു നോവൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫാൻറ്റസി നോവലാണ്. ഈ ഫാൻറ്റസി നോവലിൻ്റെ പേര് മൂൺഷെയ്ഡ് എ പാക്ക് സ്റ്റോറി എന്നാണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് സഹസ്യ സനക്കാണ്. പട്ടം ട്രിവാൻഡ്രത്ത് കേന്ദ്രീയ വിദ്യാലയത്തിലെ 8ാം ക്ലാസ് സ്റ്റുഡൻ്റാണ്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് ഈ കുട്ടി സഹസ്യ. അപ്പോൾ സഹസ്യയുടെ ഇമാജിനേഷനും അതുപോലെ തന്നെ AI സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിട്ടാണ് ഈ ക്രിയേഷൻ, ഈ സാഹിത്യരചന നടത്തിയിട്ടുള്ളത്. ഇത് 3 ഭാഗങ്ങളിലായിട്ടാണ് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഭാഗമാണ് മന്ത്രി ശിവൻകുട്ടി, നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് പ്രകാശനം നിർവഹിച്ചിട്ടുള്ളത്. ഇതിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ രസകരമായ രീതിയിലാണ് ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. വായിക്കാൻ നല്ല രസകരമായിരിക്കും. ഇതിൽ മനുഷ്യ കഥാപാത്രങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാം ചെന്നായ്ക്കളാണ്. പാക്ക് ഓഫ് വൂൾഫ്, അതായത് ചെന്നായ്ക്കളാണ്. അവരുടെ ജീവിതം, അവരുടെ എന്താ പറയുക ലൈഫ്, അവരുടെ ആ ധൈര്യം, ഹെൽപ്പ് ചെയ്യുന്ന ആ ടെൻഡൻസി, അതുപോലെ അവരുടെ മാജിക്കൽ ലൈഫ്, അങ്ങനെ അവർ ത്യാഗം, അവരുടെ ആ കൂട്ടായ്മയെക്കുറിച്ചാണ് ഈ കഥയിൽ പ്രതിപാദിക്കുന്നത്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളൊക്കെ വായിച്ചിരിക്കേണ്ട ഒരു നോവൽ തന്നെയാണ്. അതുപോലെ തന്നെ സഹസ്യയും ഇതിന് വളരെയധികം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. കാരണം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫാൻറ്റസി നോവൽ എന്ന് പറയുന്നത് വേൾഡിലേക്കും ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്, ഒരു ഇനിഷ്യേറ്റീവാണ്. അതുകൊണ്ട് തന്നെ സഹസ്യ നീഡ്സ് അപ്ലോസ്. കൺഗ്രാജുലേഷൻസ് സഹസ്യ. അപ്പം ഈ എല്ലാവരും തന്നെ, എല്ലാ കുട്ടികളും ഇത് വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് സഹസ്യയെ സപ്പോർട്ട് ചെയ്യാം. ഇതാണ് ആ ബുക്ക്. അതുപോലെ തന്നെ സഹസ്യയുടെ അച്ഛൻ ശ്രീ സനക്കാണ്. സനക്ക് GST ട്രിബ്യൂണലിൽ കോയമ്പത്തൂർ ഡിവിഷനിൽ അസിസ്റ്റൻറ്റ് രജിസ്ട്രാറാണ്. അമ്മ ശ്രീതി, ഒരു സഹോദരിയുണ്ട്. 3ാം ക്ലാസ്സിൽ അതേ സ്കൂളിൽ പഠിക്കുന്നു. താങ്ക് യു സോ മച്ച്.